ആരാ ഭാഗവതം എഴുതിയ? വ്യാസം. ഈ വ്യാസം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ടത് പഠിച്ചവരായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഞാനൊരു ഇത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ, അല്ലേ? അതിനേക്കാൾ ഭംഗിയായിട്ട് എൻ്റെ മകനോ അല്ലെ മറ്റോളോ എന്ന് പറഞ്ഞാൽ ഒക്കുമോ? പിന്നെന്താ ഈ പരീക്ഷിത മഹാരാജാവിൻ്റെ ഇതിലേക്ക് ഈ ശ്രീ ശുഖബ്രഹ്മർഷി ചെയ്തിട്ട് വേദവ്യാസം തന്നെയാണ് ജനമേജയന് ദേവി ഭാഗവത ഉപദേശം കൊടുക്കുന്നത്, അല്ലേ? ആണോ? അതുപോലെ പരീക്ഷത്തിന് വന്ന് പറഞ്ഞു കൊടുക്കാൻ പോരായിരുന്നു. എന്താ ഈ ശ്രീശുഖനെ പറഞ്ഞു വിട്ട് എങ്ങോട്ട് വ്യാസൻ ലീവായിരുന്നു. അതുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവ് ഏതവസ്ഥയിലായിരിക്കണേ? ശാപമുണ്ടായിട്ട് തനിക്ക് 7-ാം നാൾ മരണമുണ്ടെന്ന് പറഞ്ഞ്, അല്ലേ, സർവസ്വവും ഉപേക്ഷിച്ച് തൻ്റെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് വന്നിരിക്കുക. അപ്പൊ ജീവൻ മുക്കുന്ന അവസ്ഥയിലേക്ക് വരിക്കുന്ന ഒരാൾക്ക് ആ ജീവൻ മുക്കുന്ന അവസ്ഥ എന്താണെന്ന് അറിഞ്ഞവന് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് ഇവിടുന്ന് കോട്ടയം പോകണം, നമുക്ക് വഴിയറിയില്ല. നമ്മൾ പോയി അങ്ങനെ പോകും, ഏതെങ്കിലുമൊക്കെ വഴിക്കൂടൊക്കെ കറങ്ങി പോകും, ഇല്ലേ? വഴി അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ, നമ്മളെ കോട്ടയം പോയിട്ടുള്ള ആളാണെങ്കിൽ കോട്ടയത്ത് നമ്മളെ നേരെ ഉണ്ടെന്ന് കോട്ടയത്ത്. ഇതുപോലെയാണ്. അപ്പോൾ ശ്രീ ശുഖബ്രഹ്മർഷിയെ സംബന്ധിച്ച് അദ്ദേഹം ജീവൻ മുക്തനാണ്. ജഡബോധമില്ലാതെ എല്ലാ തരത്തിലും പരമാനന്ദ ലഹരിയിൽ ആറാടി നിൽക്കുന്നവനായതുകൊണ്ട് അങ്ങനെ ആ ജീവൻ മുക്താവസ്ഥയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരുവന് മാത്രം പറഞ്ഞു കൊടുത്താലേക്കും. നിങ്ങളുടെയൊക്കെ മുമ്പിൽ എന്താ എന്നെപ്പോലുള്ള വരുന്നേ? അത് ഞങ്ങളുടെ ഒരു എന്തോ പറയാൻ ഒരു അബദ്ധം പറ്റിയതായി വർഷം, അല്ലേ? ഞാൻ ഒന്നത്തിനെ വിളിച്ചോണ്ട് വന്നത്. എന്താ കാര്യം? നമുക്ക് 2 കൂട്ടർക്കും എന്തിനോട് താല്പര്യമില്ല? മോക്ഷത്തിനോട് താല്പര്യമില്ല. ഉണ്ടോ? അമ്മക്ക് ഉച്ചയ്ക്ക് തരാൻ പാടിക്കണം, അല്ലേ? നമ്മുടെ ലക്ഷ്യം അതേ ഉള്ളൂ. സപ്താഹമാകുമ്പോൾ 7 ദിവസം വല്ലതും കഴിക്കണം, ആ ഒരു ലക്ഷ്യമുള്ളൂ. അത് കൃത്യം 1 മണിക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് ദേഷ്യം വരും. അപ്പോൾ ഇവിടെ അതല്ല. ആ സർവസ്വവും ഉപേക്ഷിച്ച് ജീവൻ മുക്ത അവസ്ഥയിലിരിക്കും, ജീവനെ മുക്തനാക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരുവന്, ആ ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരുവൻ പറഞ്ഞു കൊടുത്താലേ, അല്ലെങ്കിൽ ആ തലത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരാള് വേണം. പരബ്രഹ്മത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ആ പരബ്രഹ്മത്തെ അറിഞ്ഞ് അനുഭവിച്ചവന് മാത്രമേ സാധ്യമാവുള്ളൂ. വ്യാസർഷിക്ക് അവിടെ ദ്വൈതഭാവമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് പറയുന്ന ഒരു ഇതെന്ന് വെച്ചാൽ, ഒരിക്കലും വേദവ്യാസ മുനി ശ്രീ ശുഖബ്രഹ്മർഷി കൂടി സ്നാനം കഴിഞ്ഞ് വരുമ്പോൾ കുറേ യുവതികൾ അവിടെ ഒരു തടാകത്തിൽ കുളിക്കുന്നുണ്ടായിരുന്നു. ആ സ്നാനം നടക്കുന്ന സ്ത്രീകൾ ഈ 16 വയസ്സ് മാത്രമുള്ള തേജസത്യന്ത്യം ഉജ്ജ്വലമായി നിൽക്കുന്ന ശ്രീ ശുഖബ്രഹ്മർഷിയെ കണ്ടപ്പോൾ അവർ നാണം കൂടാതെ അവിടെ നിന്ന് സ്നാനം ചെയ്തു. പക്ഷെ ഈ പ്രായം ചെന്ന വ്യാസനെ കണ്ടപ്പോൾ കിട്ടിയ തുണി എടുത്ത് വാരി പൊത്തിക്കൊണ്ട് പൊന്തക്കാട്ടിൽ ഒളിച്ചു എന്നാ പറയുന്നത്. അപ്പൊ വ്യാസൻ ചോദിക്കുന്നുണ്ടത്രേ, ഈ തേജസ് മുറ്റിയ തൻ്റെ പുത്രൻ മുൻപിൽ അതും നഗ്നനായിട്ട് നടന്നു പോകുന്നത് കണ്ടപ്പോൾ തോന്നാത്ത നാണം ഈ പ്രായമായ എന്നെ കണ്ടപ്പോൾ എന്തുകൊണ്ട് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, അദ്ദേഹത്തിന് ദ്വൈതഭാവമില്ല, അങ്ങേക്ക് ദ്വൈതഭാവമുണ്ട്. ഇതേ ശ്രീ ശുഖബ്രഹ്മർഷി ദേവി ഭാഗവത്തിൽ ചെല്ലുമ്പോൾ വേറെ തരത്തിലാണ് ഗൃഹസ്ഥാശ്രമിയായിട്ട്. അതങ്ങനെ അവിടെ കർമ്മത്തിന് പ്രാധാന്യം ചെയ്തും നമുക്ക് മുക്താവസ്ഥയിലേക്ക് എത്താം. കർമ്മഠനായി തീരാതിരുന്നാൽ മതിയെന്ന്. കർമ്മം ഒരിക്കലും മുക്തിക്ക് തടസ്സമല്ല. നമ്മുടെ ധാരണ കർമ്മങ്ങളെല്ലാം മുക്തിക്ക് തടസ്സമെന്നല്ല. കർമ്മം ഒന്നും മുക്തിക്ക് തടസ്സമല്ല. പക്ഷേ ആ കർമ്മഠനായി തീരരുത്. ആ കർമ്മത്തിൽ മാത്രം ശ്രദ്ധാലുവാൻ പാടില്ല. അങ്ങനെ കർമ്മത്തിൽ തന്നെയല്ല, കർമ്മഫലം ചിന്തിക്കാതെ കർമ്മം ചെയ്യും. അപ്പം മുക്താവസ്ഥയിലേക്ക് പോവാം. നമ്മളൊക്കെ ഓരോ കർമ്മം ചെയ്യണമെന്നും ഫലം ആശ്രയിക്കും, അല്ലേ? ഫലത്തെ ഇച്ഛിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം കർമ്മം ചെയ്യുന്നത്, അല്ലേ?
ആഗ്രഹിച്ചിട്ടില്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അർച്ചന നടത്തി അതിൻ്റെ ഫലം നമുക്ക് കിട്ടണ്ടേ? അതുകൊണ്ടല്ലേ നമ്മൾ പിന്നെ 10-30 രൂപ കൊടുത്തൊരു അർച്ചന ചെയ്യുന്നത് ഇല്ലേ? എന്നതുപോലെ നമ്മൾ ഓരോന്നിനും കർമ്മഫലം തേടിയിട്ടല്ലെങ്കിൽ കർമ്മഫലത്തെ ഇച്ഛിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. കർമ്മഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്താൽ ആ കർമ്മത്തിൻ്റെ ഫലം അങ്ങനെ മാറി നിൽക്കും, ആ കർമ്മം ചെയ്യുന്നതിനെ ബാധിക്കില്ല. അങ്ങനെ മുക്താവസ്ഥയിലേക്ക് എത്താം. കർമ്മം ചെയ്തതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ ആ കർമ്മത്തിൽ അധപ്പതിച്ചു പോയത്, അല്ലെ കർമ്മത്തിൽ വീണു പോകരുത്. അതാണ് ഗൃഹസ്ഥന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ്. എന്താണ്? ഗാർഹസ്ഥ്യത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുക സാധാരണക്കാരനായ ഒരുവനെ കൊണ്ട് പ്രയാസം. ദേവീഭാഗത്ത് ശീശക ബ്രഹ്മർഷിയോട് പിന്നെ വേദവ്യാസമുനി പറയും, പുത്ര വിവാഹം കഴിക്കണം, ഗാർഹസ്ഥ്യധർമ്മം അനുഷ്ഠിക്കണം, അതൊരു മനുഷ്യന്റെ ധർമ്മമാണെന്ന് പറയുന്നത്. ബുദ്ധിയുള്ളവൻ ആരെങ്കിലും വെച്ചാ വിവാഹം കഴിക്കുമെന്ന് കഴിക്കുന്നത് നമ്മളൊക്കെ മണ്ടന്മാര്. ബുദ്ധിയുള്ളവർ ആരും എന്ത് ചെയ്യില്ല, വിവാഹം കഴിക്കില്ല. കാരണം എന്താ വെച്ചാൽ സ്ത്രീയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയും. ഞാൻ പറയണല്ല കേട്ടോ, ഇനി അങ്ങോട്ടൊരു പറയരുത്, ഞങ്ങളെ കുറിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞല്ല. കാരണം കള്ളന്മാരിൽ വെച്ച് കള്ളന്മാരാണ് സ്ത്രീകളെന്നാണ്. എന്തുകൊണ്ടാ? അവരെല്ലാ തരത്തിലും ചൂഷണം ചെയ്യുന്നവരല്ല. പുരുഷന് അവൻ്റെ ധനം അടിച്ചു മാറ്റും. ശരിയല്ലേ? പോക്കറ്റിൽ നിന്ന് എത്രമാത്രം അടിച്ചു മാറ്റുന്നു, ഇടയ്ക്കിടയ്ക്ക് മാറ്റത്തില്ലേ? പിന്നെയോ രണ്ടാമതോ എന്താ? പ്രേമചാബല്യം കൊണ്ട് അവൻ്റെ മനസ്സിനെയും അവൾ കവരും. അങ്ങനെ കവർന്നു കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടുക പ്രയാസമല്ല. ഇനി മൂന്നാമതോ, സന്തതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോടുള്ള അറ്റാച്ച്മെന്റ്. ഈ അറ്റാച്ച്മെന്റ് എന്ത് ചെയ്യും? ഒരിക്കലും നമ്മളെ ഈ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തമാവില്ല. ഇപ്പോഴത്തെ നല്ലൊരു ശതമാനം അമ്മമ്മമാരും ബന്ധപ്പെട്ട് കിടക്കുന്നത് എവിടെയാണെന്നറിയാമോ? എവിടെ അമ്മൂമ്മമാരുടെ ബന്ധനം? ആ കൊച്ചുമക്കളില്ല, അട്ട കിടക്കുന്നവർ ചുണ്ട് കിടക്കും, അതിനകത്ത് ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് അങ്ങോട്ടും ഇറങ്ങാൻ വയ്യ, ഇങ്ങോട്ടും ഇറങ്ങി. എന്താ അമ്മ സപ്താഹത്തിന്? എൻ്റെ സ്വാമി ഒന്നും പറയണ്ട, മൂത്തതിൻ്റെ ഒരെണ്ണം അവിടെ ഉണ്ട്, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. കഴിഞ്ഞില്ലേ? 60-65 കഴിഞ്ഞാൽ പിന്നെ നാരായണ ജപിച്ച് മാറിയിരിക്കണമെന്ന് പറയുന്ന ഷഷ്ഠ്യത്വപൂർത്തി ആഘോഷിക്കണം. എന്തിനാ? പിന്നെ അത്രയും കാലം ജീവിച്ചു, മക്കളെയൊക്കെ വളർത്തി അവരെ സ്വന്തം കാലം നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നു. മാറി നിന്ന് ഇനിയുള്ള ശിഷ്ടകാലം നാരായണ ജപിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടാൻ വേണ്ടി തന്നതാ ബാക്കി സമയം. സമയം അന്നേരം സീരിയല്ല ആരെയാണ് സമയം ഇല്ലേ? അതുകൊണ്ടല്ലോ ഇല്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മളെ തലയിടണേ. അതുകൊണ്ട് നമുക്ക് മുക്തരാവാൻ പറ്റുമോ? നമുക്ക് മുക്തരാവില്ല. അതുകൊണ്ടാണ് ഗാർഹസ്ഥ്യധർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല എന്ന് പറയുന്നത്. ഇതിലിങ്ങനെ അറ്റാച്ച്മെന്റ് കിടക്കും. ഇതെല്ലാം നമ്മൾ വന്നില്ലേ, കൊട്ടത്തേങ്ങ പോലെ ജീവിക്കണമെന്ന്. നമ്മളാരും അങ്ങനെയാണോ? നമ്മൾ പച്ചത്തേങ്ങയെക്കാട്ടി കഷ്ടം, കുത്തിയിളക്കിയാലും പോകൂല. ഞാൻ പറയും, നമ്മളൊക്കെ ഈ ചക്കേരക്കെ പറ്റി ഈച്ചേപ്പോലെ പറ്റി പിടിച്ചു. ഇനി അവിടുന്ന് പുറക്കാൻ പറ്റില്ല. ഇതാ നമ്മുടെ അവസ്ഥ. അതുകൊണ്ടെന്താ? ജന്മങ്ങളെടുത്ത് ഈ കാലചക്രത്തിനകത്ത് ഇങ്ങനെ കറങ്ങി കിടക്കുക. എത്ര ദുഃഖം അനുഭവിച്ചാലും വന്നിട്ട് വീട്ടിൽ കുത്തിയിരുന്ന് പറയും, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകാവാരിധി. എൻ്റെ ഭഗവാനെ, നരകാവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ തന്നെ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കണം, നമ്മുടെ വീട്ടിൽ ഇരുന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത് ആരാണ്? നമ്മളല്ലേ. അപ്പോൾ അവിടെ നരകം ആക്കിയതാരാ? നമ്മളല്ലേ. എന്നിട്ട് ശിവനോട് പറഞ്ഞ് അങ്ങനെ വരുമോ? നരകത്തിൽ നിന്ന് മാറ്റാൻ വരുമോ? ഇല്ല, വരത്തില്ല. നമ്മൾ നരകമാക്കിയെടുത്ത് നമ്മൾ തന്നെ നരകത്തിൽ മാറണം, അല്ലാതെ വേറെ ആരെ കൊണ്ടും പറ്റില്ല. നമ്മളാണോ അതാക്കിയത്? ആക്കിയെങ്കിൽ നമ്മൾ തന്നെ അവിടുന്ന് മാറ്റാനേ പറ്റുള്ളൂ. അല്ല ഒരു ശിവനും വരാൻ പോണില്ല കേട്ടോ. ഞങ്ങളുടെ സത്യം പറയാം. കാരണം അവർക്ക് ഒരുപാട് പണിയുണ്ടെന്ന്. ഈ നമ്മുടെയൊക്കെ വീട്ടിൽ കാണും ഇന്നാരുടെ എന്താ, ഇന്നാരാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞില്ലേ? ബോർഡ് വെക്കൂലേ? ഇല്ലേ? ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, തൃക്കൊടുത്താനത്തപ്പൻ ഈ വീടിൻ്റെ ഇല്ല, അങ്ങനെയുണ്ടോ? വെച്ചിട്ടുണ്ടോ? ചക്കുളത്തമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പോയി ഇളക്കി കളഞ്ഞാണ്.
ഇന്ന് പോയി ഇളക്കി കളയണം. എന്താ കാര്യം? എന്നാണോ നമുക്ക് നമ്മുടെ ഞാനും എൻ്റെ വീട്ടിലുള്ളവരും ഞങ്ങളുടെ പ്രവൃത്തിയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കാൻ പറ്റുന്നോ, അന്നേ നമ്മുടെ കുടുംബത്തിൽ എന്തുണ്ടാവുമോ? ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അന്നേ ഗുരുവായൂരപ്പൻ വീട്ടിലോട്ട് കയറി വരൂ. അല്ലാതെ ബോർഡ് വെച്ചാൽ ഒരു ഗുരുവായൂരപ്പനും വരാൻ പോണില്ല. ഗുരുവായൂരപ്പനാണ് ഈ വീടിന്റെ ഐശ്വര്യം എഴുതി വെച്ചിട്ട് അപ്പുറത്തന്നെ മതിൽ മാന്താൻ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ വരുമോ അവിടെ? അല്ലെ മറ്റുള്ളവർ നശിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവനാണെങ്കിൽ അവന്റെ വീട്ടിൽ വരുമോ ഗുരുവായൂരപ്പൻ? അതുകൊണ്ട് ആദ്യം നന്നാവേണ്ടത് നമ്മുടെ ചിന്തയും നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയാണ്. അത് എന്ന് നന്നാവുന്നോ അന്ന് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ. അല്ലാത്തത്തോളം കാലം ഉണ്ടാകാൻ പോണില്ല. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് മാറേണ്ടതാരാ? നമ്മളാ, നമ്മുടെ പ്രവൃത്തിയാണ്, നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ വാക്കുകൾ. മറ്റൊരുത്തൻ നശിച്ചു കാണണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ആദ്യം നശിക്കുന്നത് നമ്മളാണ്. കാരണം നമ്മുടെ മനസ്സ് നിരന്തരം ആ ചിന്തയിൽ പോയി നമ്മൾ തന്നെ ദുഷിച്ച് ഇല്ലാതെയായിക്കുക. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി ആ ഒരു തലത്തിലെത്തിയ ആളായതുകൊണ്ടാണ് പരീക്ഷിത മഹാരാജാവിനെ അവിടേക്ക് എത്തിക്കാൻ, ആ ഒരു തലത്തിലേക്ക് ഉയർത്തണമെങ്കിൽ, ആ കൈപിടിച്ച് കര കയറ്റണമെങ്കിൽ ഇത് വേണം, ആ ഒരു തലത്തിലേക്ക് ഉയർന്നവന് മാത്രമേ സാധ്യമാവുള്ളൂ. ഇപ്പം നമുക്കിതിലൊന്നും ആഗ്രഹമില്ലാത്തതാണ് ഞങ്ങളെപ്പോഴുള്ള നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞു വരേണ്ടി വരുന്നത്. അല്ലാതെ വേദാന്തജ്ഞാനം മാത്രം ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ കഥയൊന്നും പറഞ്ഞാൽ അവിടേക്ക് നമുക്ക് കഥ മാത്രം മതില്ലേ. അതുകൊണ്ടെന്താ നമ്മൾ കഥ കേട്ട് ഒരു കഥയില്ലാത്തവരായിട്ട് മാറി. ജീവിതത്തിനും കഥയില്ല, ജ്ഞാനത്തിനും ഒരു കഥയില്ലാതായി മാറി. ഇന്ന് മുതൽ പുതിയൊരു സംവിധാനം തുടങ്ങുന്നുണ്ട്. 5 പേർക്ക് ഉണ്ടാവും സമ്മാനം. പ്രഭാഷണത്തിനിടയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് എഴുന്നേറ്റ് ഉത്തരം പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ സമ്മാനം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം അത് അനൗൺസ് ചെയ്യുകയാണ്. ഇന്ന് വൈകുന്നേരം അല്ലേ നാളെ മുതൽ ആരംഭിക്കും. കൃത്യമായ ഉത്തരം പറയണം. കേട്ടോ പറഞ്ഞേ? അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന മുട്ടായെങ്കിലും കിട്ടും. അപ്പോ ആ ശ്രീശുക ബ്രഹ്മർഷി അതുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജാവ് അറിയുന്നത്. ഇനി എവിടാ പോയി ഇരുന്നേ പരീക്ഷിത് മഹാരാജാവ്? ഈ ശാപം കിട്ടിയതിന് എങ്ങോട്ടാ ഓടിപ്പോയി ഇരുന്നേ? എന്റെ കൊട്ടാരത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നോ? പിന്നെ എവിടെ പോയി? ഏത് നദിയുടെ അടുത്താ? ഓ, അവിടെ പേരും പോയി. പ്രസിദ്ധയായ നദിയാണ് ആ ഗംഗാ നദിയുടെ തീരത്ത്. എന്താ ഈ ഗംഗാ നദിയുടെ തീരത്ത് പോയേ? എന്നിട്ട് ദർഭയുടെ അഗ്രഭാഗം കിഴക്കോട്ടിട്ട് ആ ദർഭയിൽ കയറി വടക്കോട്ട് നോക്കിയിരുന്നു. എന്താ അങ്ങനെ കിഴക്കോട്ടിരുന്നാൽ പോരാണോ? ശിശു ബ്രഹ്മർഷി എന്ന് പറയത്തില്ലായിരുന്നോ? എന്തിനാ ഈ ദർഭയുടെ മുകളിൽ കയറി എന്നിട്ട് വടക്കോട്ട് നോക്കിയിരുന്നു? അതിപ്പോ ഈ എന്നെ ഇത് കേട്ടാലേ കുഴപ്പം. ഇപ്പൊ നിങ്ങൾ എങ്ങോട്ടിരുന്നാ കേൾക്കണേ? തെക്കോട്ട്. നമ്മളെങ്ങോട്ടാ പോന്നേ? നമ്മളെങ്ങോട്ടാ ശരിക്കും പോവണ്ടേ? വടക്കോട്ട്. നമ്മൾ പോകുന്നത് കൂടുതൽ എങ്ങോട്ടാ? തെക്കോട്ട്. അതുകൊണ്ടാ വട്ടം കറങ്ങി ഇവിടെ വന്നിരിക്കേണ്ടി വരുന്നത്. ശരി, വടക്കോട്ട് പോകേണ്ടതും വടക്കോട്ട് പോവാതെ തെക്കോട്ട് പോകുന്നതുകൊണ്ടാണ് വീണ്ടും ഇതുപോലെ നമ്മൾ വന്നിരിക്കേണ്ടി വരുന്നത്. എന്താ ഈ വടക്കോട്ട് പോകണമെന്ന് പറയേണ്ട കാരണം? ഉത്തരദിശ ജ്ഞാനദിശ എന്ന് പറയാം. വടക്കാണ്
ജ്ഞാനത്തിന്റെ ദിശ. അതുകൊണ്ടാ ജ്ഞാനത്തിന്റെ മൂർത്തിയായിരിക്കുന്ന മഹാദേവൻ ഇരിക്കുന്നത് എവിടെയാ? വടക്ക അല്ലേ? വടക്കൂന്ന് ഒരാൾ തെക്കോട്ടിരിപ്പുണ്ടാരാ? ദക്ഷിണാമൂർത്തി. ജ്ഞാനത്തിന്റെ മൂർത്തിമദ്ഭാവമായിരിക്കുന്ന ശിവപെരുമാളിന്റെ ഏറ്റവും സുന്ദരമായിരിക്കുന്ന അവസ്ഥയാണ് ദക്ഷിണാമൂർത്തി. തന്നെ ആശ്രയിക്കുന്നവർക്കെല്ലാം വേണ്ടതായ ജ്ഞാനത്തെ പ്രദാനം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ദക്ഷിണാമൂർത്തി ഭാവം എന്ന് പറയുന്നത് മൗനമായിട്ടിരുന്ന് വ്യാഖ്യാനിക്കുന്ന ആളാണ് ദക്ഷിണാമൂർത്തി. തൻ്റെ അടുത്തേക്ക് വരുന്ന ശിഷ്യർക്ക് വേണ്ടതാകുന്ന അറിവുകളെ മൗനമായിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കും. തൻ്റെ ആ പരബ്രഹ്മ സ്വരൂപത്തെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദക്ഷിണാമൂർത്തി വട്ടവൃക്ഷ ചുവട്ടിൽ ഇരിക്കണ ആ ജ്ഞാനത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് ദക്ഷിണാമൂർത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോക ഗുരുവായിട്ട് കൽപ്പിക്കാൻ കാരണം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണ നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. ആ സർവ വിദ്യകളുടെയും ഗുരുവാണ് ഭഗവാൻ. അപ്പൊ ജ്ഞാനം വേണ്ടവർ വടക്കോട്ട്. അതുകൊണ്ടാണ് കാശിക്കോ ഹിമാലയത്തിലോ ഒക്കെ പോകണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 60-65 കഴിഞ്ഞാൽ പിന്നെ പൊക്കോണം കാശിക്ക്. പിന്നെ പോകണം. പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു കാര്യമില്ല, അവിടെ കൂടിക്കോണം, ഇങ്ങോട്ട് വരരുത്. പിന്നെ ടൂറ് പോവാൻ അല്ല പറഞ്ഞത് കാശിക്ക്. ജീവിത അവസാനം കാശിനാഥന്റെ മടിപ്പറ്റി കിടന്ന് ഉറങ്ങണം. കാശിക്ക് പോയാൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഉപേക്ഷിക്കണം എന്നാ. കാശി പോയിട്ട് എന്തോ ഉപേക്ഷിച്ചു? ഒന്നും ഉപേക്ഷിച്ചില്ല. അവിടെ എന്തിനാ കാശിക്ക് പോയേ? ഒരു ടൂറ് സ്വാമി അല്ലേ? കാശി പോയാൽ ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്താണോ അത് ഉപേക്ഷിക്കണം എന്നാണ്. പണ്ടൊരാൾ കാശിക്ക് പോയി തിരിച്ചു വന്നപ്പോ ഭാര്യ സാമ്പാർ വിളമ്പി കൊടുക്കും. ഇത്രയും നിങ്ങൾക്ക് വെണ്ടയ്ക്ക അടപ്പുണ്ടായിരുന്നു, അതെടുത്തങ്ങ് മാറ്റി വെച്ചു. അപ്പൊ ഭാര്യ വെച്ചു, അല്ല മനുഷ്യനെ, നിങ്ങൾക്ക് വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാണനായിരുന്നല്ലോ, ഇപ്പൊ എന്താ വെണ്ടയ്ക്ക? അത് ഞാൻ കാശിയിൽ പോയപ്പോ വെണ്ടയ്ക്ക ഉപേക്ഷിച്ചു. വെണ്ടയ്ക്ക ഉപേക്ഷിക്കാണെങ്കിൽ കാശിക്ക് പോകണ്ട. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്താ? നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടത് ഏതാ? എന്റെ താല്പര്യ നമ്മുടെ ഈ ശരീരത്തെയാ അല്ലേ? അതല്ലേ ഈ ശരീരത്തിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയം. അതുകൊണ്ടാണ് നമ്മൾ ഈ ശരീരം താഴെ വീഴാതിരിക്കാൻ എന്തെല്ലാം ഉപാധിയാ നോക്കണേ. ബ്യൂട്ടി പാർലറിൽ പോവും, പുട്ടിയിടും, പെയിന്റ് അടിക്കും അല്ലേ? എന്തെല്ലാം ചെയ്താൽ നമ്മൾ ഇതിനെ. പിന്നെ ഒരു പനി വന്നാൽ ഉടനെ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിക്കും. എന്തിനാ? ഈ ശരീരം താഴെ പോകാതിരിക്കാൻ. എന്താണ്? ഈ ശരീരം താഴെ പോയാൽ ഞാൻ ഇല്ലാതായി എന്നുള്ള ധാരണയാണ് ഇല്ലേ? ആണോ? ഇല്ല, ഞാനില്ല. പിന്നെ അതുകൊണ്ടാ. അപ്പൊ ഈ ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രയത്നം മുഴുവൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും കൊള്ളുകയില്ലാത്തൊരു സാധനം വേറെ ഇല്ല. ഉണ്ടോ? ഇത്രയും കൊള്ളുകയില്ലാത്തൊരു സാധനം വേറെ ഇല്ല. ഇതിനകത്ത് ഈ ഒരു ചൈതന്യം നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ ശരീരം ഒന്ന് വിയർത്ത് കഴിഞ്ഞാലുണ്ടാകുന്ന ഗന്ധം നല്ലതാണോ? അത്രയും ചീഞ്ഞു നാറിയ സാധനം. ശരിക്കും പറഞ്ഞ ഒരു മൊബൈൽ സെറ്റിക് ടാങ്കാണിത്. അതിനെയാണ് നമ്മൾ ഇത്തരത്തില് വർണ്ണപ്പ കിട്ടാറുന്ന പേപ്പർ ഇട്ട് പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നത്. അകത്തിരിക്കുന്ന ആള് പുറത്തു പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ കൂടുതൽ പുറത്തിരിക്കാത്ത ഒരു സാധനമാണ് ഇല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും ദുർഗന്ധം വമിക്കുന്ന ഒരു സാധനത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നാൽ അതിനകത്തിരിക്കുന്ന ശ്രേഷ്ഠതമമായ വസ്തുവിനെ നമ്മൾ അറിയുന്നുണ്ടോ? അതിട്ടില്ലതാണ്. ശരിക്കും സംരക്ഷിക്കേണ്ടതല്ലെങ്കിൽ നിലനിർത്തേണ്ടതായ ഒന്നിനെ, അല്ലെ അറിയേണ്ടതായ ഒന്നിനെ അറിയാൻ വേണ്ടി തന്ന ഈ ശരീരം കൊണ്ട് അറിയേണ്ടത് അറിയുന്നില്ലെന്ന് മാത്രമല്ല, വേണ്ടാത്തതിനെ മുഴുവൻ അറിഞ്ഞ് അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതാണ് ശ്രേഷ്ഠം എന്ന് തിരിച്ചു നടക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ശരീരത്തെ നിലനിർത്താനായിട്ട് എന്തെല്ലാം ഉപാധികൾ സ്വീകരിക്കാമോ അതെല്ലാം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്.
ഈ ശരീരം നശിക്കുന്നതാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാവണം. ചിലർക്ക് എന്താ സ്വാമി ക്ഷീണിച്ചു പോയല്ലോ, ഇത് ക്ഷീണിക്കാനുള്ള സാധനമാണ് അല്ലേ എന്ന് ഒരുപോലെ ഇരിക്കുവോ? ഇല്ല, ഇത് ക്ഷീണിക്കും. കാരണം ഇത് ചീഞ്ഞുകൊണ്ടിരിക്കുന്നതും ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നതും ഇത് നശിച്ചുകൊണ്ടിരിക്കുന്നതാ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു 4 മെമ്മയുടെ കാര്യം പറഞ്ഞു. അതിന്റെ കൂടെ വരുന്നതാണ് ഈ ത്വക്കൊക്കെ ഒന്ന് ചുളുങ്ങും ഇല്ലേ? സത്യം പറഞ്ഞാൽ തേപ്പൊട്ടി വെച്ചൊരുക്കാൻ പൊള്ളു എന്നുള്ളത് കൊണ്ടല്ലേ നമ്മൾ എങ്ങനെയെങ്കിലും ആ ചുളുകൊന്ന് നോക്കാൻ നോക്കിയേനെ അല്ലേ? ഇച്ചിരൊന്ന് ചുളുങ്ങിയാണ്, അയ്യോ എന്താണെന്നറിയത്തില്ല, ഒത്തിരി പ്രായമൊന്നും ആയില്ല, എന്നിട്ട് തൊലിക്കൊരെന്തോ ഒരു ചുളുക്കം. 80 കഴിഞ്ഞതേ ഉള്ളെന്നാണ്, എന്നിട്ട് തൊലിഞ്ഞിരുന്നതാ. എന്തൊരു സങ്കട നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ മുഖത്തൊരു ഒരു ഇത് വീണാൽ ഇല്ലേ? ആണോ? അത്രമാത്രം പ്രിയമാണ് ഈ ശരീരത്തെ നമുക്ക്. അതുകൊണ്ടാ പറയുക, കാശിക്ക് പോയാൽ ഏറ്റവും പ്രിയപ്പെട്ടത് ശരീരമാണ്. ആ ശരീരത്തെ അവിടെ ഉപേക്ഷിക്കണം എന്നും പറഞ്ഞ് നാളെ പോയി ആത്മഹത്യ ഒന്നും ചെയ്തു കളയരുത് കാശിയിൽ. ശരീരം ഉപേക്ഷിച്ചിട്ട് വരണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ ഈ ശരീരമല്ല എന്ന ബോധത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ശരീരബോധത്തെ അവിടെ ഉപേക്ഷിക്കണം. ജ്ഞാനത്തെ നേടിയെടുക്കാനുള്ള ഇടമ. അതുകൊണ്ടാണ് ഇവിടെ ആ ഭഗവാൻ മഹാദേവന് ചിതയിൽ വസിച്ച് കാണിക്കുന്ന ആ ചിതാഭസ്മം എടുത്ത് പൂശിക്കാണിക്കുന്നത് കൊണ്ടാണ് ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരത്തിന്റെ അവസാനത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെണ്ണീറാണ്. നീ വെറും വെണ്ണീറാ ഈ ശരീരം. അതുകൊണ്ട് നീ ആ ശരീരത്തിന്റെ ആ വെണ്ണീറിനെ എടുത്ത് പൂശണം. ഇത് വെണ്ണീറാവാനുള്ളതാ. ഇതുകൊണ്ട് അതിനോട് വലിയ പ്രേമമൊന്നും വേണ്ടാന്ന്. നീ എന്ന സ്വരൂപത്തിന് നാശമില്ലാത്ത നിൽക്കുന്നിടത്തോളം കാലം നീ ആശ്രയിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ആ ഞാൻ എന്ന സ്വരൂപത്തെ, ഈ ഞാൻ എന്ന് അഹങ്കരിക്കുന്ന ശരീരത്തെ അല്ല. പിടികിട്ടുന്നുണ്ടോ? ഞാൻ ഈ ശരീരമാണ് നമ്മുടെ ധാരണയാണ്. നമ്മളെപ്പോഴും പറയുന്നത് ഞാൻ ആരാന്നറിയാമോ അല്ലേ? ശ്രദ്ധിക്കില്ലേ? ഞാൻ ആരാന്നൊക്കെ അറിയാവോടെ? ഞാൻ പറയാതെ സ്വയമേവ ചോദിക്കണം ഞാൻ ആരാന്നറിയാമോ എന്നാ. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം ഞാൻ ആരാ, ഞാൻ ആരാ, ഞാൻ ആരാ, ഞാൻ ആരാന്ന് എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിടുന്ന ഒച്ചക്ക് ചോദിക്കരുത്. അവർ പിടിച്ചുകൊണ്ടുണ്ടാക്കും. അവർ എന്താണെന്നറിയത്തില്ല. രാവിലെ ഇറങ്ങിപ്പോയപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. വന്ന് കയറിയപ്പോൾ തുടങ്ങിയതാ ഞാൻ ആരാ, ഞാൻ ആരാന്ന് ചോദിക്കാൻ. ഊളംപാറയെ കൊണ്ടുപോകണോ അതോ കുതിരവട്ടത്ത് കൊണ്ടുപോകണോ എന്ന് ചോദിക്കും. തന്നോട് തന്നെ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ആരാ. ഈ ഞാൻ ആരാ എന്നറിയാനാ ഇങ്ങോട്ട് വന്നേ. ഈ ഭൂമിയിലേക്ക് മനുഷ്യജന്മം കിട്ടിയത് തന്നെ ഞാൻ ആരാന്ന് അറിയാനാ. പക്ഷെ നമ്മളത് അറിയാൻ ശ്രമിക്കാറില്ല എന്നത്. നമ്മളെല്ലാം ഈ കാണുന്നതിന്റെ പിന്നാലെ ഇങ്ങനെ പായും ഇല്ലേ? ധനമുണ്ടാക്കാനുള്ള ഓട്ടം ഒരു വശത്ത്, ഇല്ലേ? വലിയ വീട് വെക്കാനുള്ള ഓട്ടം ഒരു വശത്ത്, മറ്റുള്ളവനെ പറ്റിക്കാൻ ഒരു വശത്തോട്ടം, മറ്റുള്ളവന്റെ ചൂഷണം ചെയ്ത് എടുക്കാൻ ഒരു വശത്തോട്ടം, മറ്റുള്ളവന്റെ പിടിച്ചു പറിക്കാൻ ഒരിടത്തോട്ടം. ഇല്ലേ? ചിന്തിച്ചു നോക്കൂ. ഈ ജീവിതത്തിൽ നമ്മൾ എന്താ നേടിയിട്ടുള്ളത്? എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? ഉണ്ടോ? ഒന്നും നേടിയിട്ടില്ല. നമ്മൾ നേടിയെന്നങ്ങ് അഹങ്കരിക്കുക. എനിക്ക് ബംഗ്ലാവുണ്ട്, 19 സെന്റ് സ്ഥലമുണ്ട്, 2 നില കെട്ടിടമുണ്ട്, ഓടി കാറുണ്ട്, പേരും പ്രശസ്തിയുണ്ട്. ഇളം പറയാറുണ്ട്, എപ്പോഴാണോ ഒരുവന് ഞാൻ ഏതാണ്ടൊക്കെയാണ്, എനിക്ക് ഏതാണ്ടൊക്കെ ഉണ്ട്, ഞാൻ വിചാരിച്ച ചിലതൊക്കെ നടക്കും, ഞാനില്ലായിരുന്നേ കാണാമായിരുന്നു എന്ന് എപ്പോൾ തോന്നുന്നു അപ്പോൾ ഓർക്കണം തീർന്നു. അവൻ്റെ നാശം ആരംഭിച്ചോടെ. അവന് രക്ഷപ്പെടാൻ വലിയ പ്രയാസം. ഈ നാശത്തിന്റെ ആദ്യകാലത്തെ തോന്നലാണെങ്കിൽ ഞാൻ ഏതാണ്ടാണ്, എനിക്ക് ഏതാണ്ടുണ്ട്, ഞാൻ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കും, ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. നാശത്തിന്റെ തുടക്കത്തിന്റെ സൂചന. ഇവിടുന്ന് പോകുമ്പോൾ വല്ലതും കൊണ്ടുപോകണം, ഇപ്പൊ വല്ലതും ചെയ്യണം. പിടികിട്ടുന്നുണ്ട്? നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത്. ഈ ശരീരം ശരിക്കും ഞാനല്ല. ഞാൻ എന്നത് മറ്റെന്തോ ആണ്. ആ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണ് തൊട്ട് ഞാനെന്ന് പറയാൻ കഴിയുന്നത്. ആ ഞാനെന്ന സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് ഞാനിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ ഞാനില്ല. ഇവിടെ ശൂന്യമായ അവസ്ഥയെത്തും. അപ്പൊ ഞാനെന്ന സ്വരൂപത്തെ അറിയണമെങ്കിൽ എവിടെ പോകണം?
അങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ അടുത്ത് തന്നെ ചെല്ലണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ, നമ്മുടെ തൃക്കൊടിത്താനത്തപ്പൻ്റെ ഈ ശ്രീകോവിലിന് പ്രദക്ഷിണം വെക്കുമ്പോൾ തെക്കുവശത്ത് ചെറിയൊരു ദ്വാരമുണ്ട് കണ്ടോ? അവിടെ എന്തുവാ ദക്ഷിണാമൂർത്തിയാണ്. അതിന്തിനാ ഈ ചെറിയ തലയോട് ഇട്ട് കൊടുത്ത് ഒരു ചെറിയ വാതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തിനാ ഈ ചെറിയൊരു തല ഇട്ട് കൊടുത്ത്? ഒറ്റക്കണ്ണം കാണണം. അപ്പൊ ഒരു കണ്ണിന് എന്തോ ചെയ്യും? അതിന്തിനാ ഈ ഒരു കണ്ണുകൊണ്ട് നോക്കുന്നേ? ഞാൻ ചോദിച്ചത്, ഇത്രയും വലിയൊരു അമ്പലം ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അവിടെ ഇത്ര വലിപ്പത്തിലൊരു വാതിലിട്ട് വെച്ച് കൊടുത്താൽ പോരായിരുന്നോ? ഇതിന് ഇച്ചിരിയും തുളയിട്ട് കൊടുത്ത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യമുണ്ട് ഉണ്ടോ? എന്നിട്ട് എന്തെങ്കിലും സൂക്ഷിച്ച് നോക്കണം. ഒരു ചരിച്ചു ഒരു കണ്ണുകൊണ്ട് ഇങ്ങനെ അവരോട് നോക്കണം. എന്തോ കാര്യത്തിനാണോ നിനക്കേടെ? എന്തിനാ അങ്ങനെ നോക്കാൻ പറഞ്ഞ്? അങ്ങനെങ്കിലും ഇച്ചിരി ബുദ്ധിമുട്ടപ്പെന്ന് വിചാരിച്ചാണോ? നല്ല എന്താ ജ്ഞാനം എന്നത് അവിടെ ഇരിക്കണേ ആരൊക്കെയാന്ന് കണ്ടിട്ടുണ്ടോ? അതിനകത്തോട് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തൊക്കെ അവിടെ ഇരിക്കുന്നേ? ഗണപതിയോ? അതിനകത്തുണ്ടോ? അതിനകത്ത് ഗണപതി ഉണ്ടോ? പിന്നെ മഹാദേവ, പിന്നെ ഒരു നിലവിളക്ക്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനകത്തൊരു ഗണപതി ഇരിപ്പുണ്ട്. ഒരു മഹാദേവന്റെ ചെറിയ ശിവലിംഗം അല്ലേ? ആണോ? ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, സൂക്ഷിച്ചു. അതുകൊണ്ട് ചോദിച്ചു. ഇല്ലേ, ശിവലിംഗല്ലേ ഇരിക്കണേ? അതും പിന്നെ അവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. എന്തിനാ അങ്ങനെ വെച്ചേ? അറിവ് എന്ന് പറയണത് ഏതൊരുവനാണോ ആ ഗുരുവിനരികിലേക്ക് സൂക്ഷ്മമായ തലത്തിൽ കടന്നു വരുന്നത്, അവന് മാത്രമേ അറിവ് പകർന്നു കൊടുക്കാവൂ. ഇങ്ങനെ വിശാലമായിട്ട് എറിഞ്ഞു കൊടുക്കാനുള്ളതല്ല ജ്ഞാനം എന്നത്. അർഹമായ പാത്രത്തിൽ മാത്രമേ ദാനം ചെയ്യാവൂ എന്ന് പറയുന്നത് പോലെ ഏതൊരുവനാണോ ആ ഒരു പറയില്ലേ വിദ്യാർത്ഥി, ഏതൊരുവനാണോ വിദ്യ അർത്ഥിച്ചു വരുന്നത്, അല്ലെ വിദ്യയോട് ആർത്തിയുള്ളത്, അവന് മാത്രമേ അറിവ് പകർന്നു കൊടുക്കാവൂ. ആ ജ്ഞാനത്തെ നേടിയെടുത്താൻ സൂക്ഷ്മമായിട്ട് ഇറങ്ങിച്ചെല്ലണം. എവിടേക്ക്? ഗുരുവിന്റെ അരികിലേക്ക്. അതെങ്ങനെ വേണം? അവിടെ ഒരു ആളെ കൂടെ പുരുഷ പറഞ്ഞു പോകും. ആരെയാ? ഗണപതിയെ. പുള്ളി എങ്ങനെയാ പുള്ളിയുടെ തല? ആനയുടെ തലയല്ലേ? രണ്ട് വിശാലമായ ചെവി കൊടുത്തിട്ടുണ്ട് അല്ലേ? കണ്ണോ? കുഞ്ഞ അല്ലേ? എന്തിനാ ഈ കുഞ്ഞു അങ്ങോട്ട് വലിയ ചെവി കൊടുത്തതിനാ? നീ വിശാലമായിട്ട് കേൾക്കണം. എവിടെ നിന്നെല്ലാം അറിവ് കിട്ടുന്നുണ്ടോ അവിടെ നിന്നെല്ലാം നീ നേടിയെടുക്കണം വിശാലമായിട്ട്. എന്നിട്ടോ സൂക്ഷ്മമായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. കുഞ്ഞ് സൂക്ഷ്മമായിട്ടുള്ള കണ്ണുകൊണ്ട് നീ നോക്കിക്കണ്ട് അതിൻ്റെ സൂക്ഷ്മത എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനകത്തുനിന്ന് കിട്ടുന്നതിനെ നീ സ്വീകരിച്ചു വെക്കണം. ഇനിയോ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? ഗണപതി പോകണം എന്തിന്റെ മണ്ടയ്ക്കാ? എലിയുടെ മണ്ടയ്ക്ക അല്ലേ? എന്താ എലിയുടെ പ്രത്യേകത? കരണ്ട് തിന്നും. എസിനിക്കാർക്ക് നഷ്ടമാണ്, കരണ്ട് തിന്നും. എനിക്ക് എവിടെങ്കിലും പ്രതിസന്ധി ഉണ്ടോ? ഇപ്പൊ നമ്മള് ഈരാറ്റുപേട്ട കപ്പ ഇട്ട് നോക്കാം. തൃക്കൊടിത്താനത്തെ എലിയോട് പറയണോ ഈരാറ്റുപേട്ട കപ്പ ഇട്ടിട്ടുണ്ടെന്നാണ്? വേണോ? വേണ്ട. ഇവൻ ഇവിടുന്ന് പോകാൻ അവിടെ ചെന്ന് കപ്പ തിന്നും. ഈ പോകുന്ന വഴിക്ക് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അതെല്ലാം എന്ത് ചെയ്യവൻ തുറന്നു ഇതുപോലെ ആയിരിക്കണം. അറിവ് നേടാൻ പോകുന്നവൻ ഇതുപോലെ ആയിരിക്കണം. ഒരു ഗുരുവിന്റെ മഹാജ്ഞാനിയായിരിക്കുന്ന ഒരു ഗുരുവിന്റെ മുൻപിലെത്തുമ്പോ പ്രതിസന്ധികൾ അനേകം ഉണ്ടാവാം. ആ പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് നീ ജ്ഞാനിയായ ഒരു ഗുരുവിന്റെ അടുത്തെത്തുമ്പോൾ മാത്രമേ നിനക്ക് വേണ്ടതായ ജ്ഞാനത്തെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ജ്ഞാനദാതാവായിരിക്കുന്ന ഗുരുവിന്റെ അടുത്തെത്തുമ്പോൾ സൂക്ഷ്മമായ നോട്ടത്തിലും വിശാലമായി കേൾക്കാനുമുള്ള മനസ്സോടുകൂടി വേണം അവിടെ ചെന്നിരുന്ന്
ആ ജ്ഞാനത്തെ നേടിയെടുക്കുക. ഏതൊരുവൻ അറിവ് വേണോ ആ അറിവ് എവിടെ കിട്ടുന്നു അവിടെ ചെന്നിരുന്ന് നേടണം എന്നാണ്. മൈക്ക് കെട്ടി പറഞ്ഞു കൊടുക്കാനുള്ളതല്ല ജ്ഞാനം. എവിടെയാണോ അറിവ് കിട്ടുന്നത് അറിവ് വേണ്ടവൻ അവിടെ ചെന്നിരുന്ന് ആ ഗുരുവിൻ്റെ മുൻപിൽ ചെന്നിരുന്നു കൊണ്ട് ആ ജ്ഞാനത്തെ സമ്പാദിക്കും. അതുകൊണ്ടല്ലാതെ ഇപ്പം നീ എന്ത് വേണം, ഏത് കണ്ണുകൊണ്ട് നോക്കണം? അകത്തോട്ട് നോക്കുമ്പോൾ ഇടത്തെ കണ്ണുകൊണ്ട് നോക്കണോ വലത്തെ കണ്ണുകൊണ്ട് നോക്കണോ? അപ്പൊ ഇടത്തെ കണ്ണെന്തോ ചെയ്യും? അടച്ചു പിടിക്കും. അപ്പൊ ഇടത്തെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എന്തോ ചെയ്യും? ഒരു കണ്ണിന് മാത്രം ഭഗവാനെ കണ്ടാൽ മതിയോ? അപ്പൊ രണ്ട് കണ്ണും മാറി മാറി കിടക്കുമ്പോൾ എന്തോ ചെയ്യും? അപ്പൊ രണ്ട് കണ്ണും കൂടെ അടച്ചു പിടിച്ചാൽ മതി. അപ്പൊ പിന്നെ ഒന്നും കാണേണ്ടി വരും ഇല്ലേ? ഈ വലത്തെ കണ്ണ് ഇടത്തെ കണ്ണും കൊണ്ട് നോക്കാനല്ല നിന്നോട് പറഞ്ഞത്. നീ എങ്ങോട്ട് വേണം? നിന്റെ അകക്കണ്ണ് കൊണ്ട് കാണണം. അതാ ചിലർ വെക്കും ഏകനേത്ര ദർശനം. നീ ഏത് കണ്ണുകൊണ്ട് കാണണം? നിന്റെ അകക്കണ്ണ് തെളിക്കണം. ആ അകക്കണ്ണ് കൊണ്ട് വേണം കാണാൻ. എങ്കിലേ ആരെ അറിയാൻ പറ്റൂ? ഗുരുവിനെ അറിയാൻ പറ്റുള്ളൂ. ആ ഗുരുവിൽ നിന്ന് ജ്ഞാനത്തെ നേടിയെടുക്കാൻ സാധ്യമാവുള്ളൂ. അല്ല, നമ്മുടെ ഗുരുക്കന്മാർ വിഡ്ഢികളായിട്ടല്ല ഇങ്ങനെ ഇത്രയില്ലാത്ത കളയായിട്ട് വെച്ചിരിക്കണം. അവിടെ ഒരു ക്ഷേത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് എന്തെല്ലാം സ്വാംശീകരിക്കാമോ അത് മുഴുവൻ സ്വാംശീകരിക്കാനുള്ള ഇതിൽ വേണം നമ്മൾ വരാൻ. നമ്മളതൊക്കെ ഇവിടുന്ന് എന്താ മേടിച്ചോണ്ട് പോകും? തിരുമേനി ഇച്ചിരി വെള്ളവും തരും, ഇച്ചിരി ചന്ദനവും തരും. അതും മേടിച്ച് ഇങ്ങോട്ട് വന്ന് ഇച്ചിരി തൊട്ടച്ച് അപ്പുറത്തെ കൂടുതലും തൊട്ടച്ച് അമ്മളും അതുപോലെ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടാത്തത്. നമുക്ക് ഈ കൂടുതലും ദുഃഖങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മുടെ ദുഃഖം, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന അല്ലേ? ക്ഷതങ്ങളുണ്ടായ ബൈക്കിൽ നിന്ന് വേണ്ടി കാലൊടിഞ്ഞാൽ അത് മാറ്റി തരും അമ്പലത്തിൽ വന്നാ ഇല്ല. മാനസികമായിട്ടുള്ള ക്ഷതത്തെയും ശാരീരികമായി മാറിക്കിട്ടും. അസ്വസ്ഥതകളൊക്കെ മാറും ക്ഷേത്രത്തിൽ വരണ്ട രീതിയിൽ വന്നാൽ. ഊർജ്ജസ്വലരായിട്ട് എത്ര അവശതയിൽ വന്നാലും ഊർജ്ജസ്വലരായി തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ അവിടെ നിന്നോളും ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നോളും ഇങ്ങോട്ട് വന്നപ്പോൾ ആ ശാരദയുടെ മോൾ ആരാണ്ട് കൂടെ പോയെന്ന് പറയുന്നു. എന്നിട്ട് ഒരു ഡയലോഗ് കൂടെ, തിരുമേനി കേൾക്കും പതുക്കെ പറ. തിരുമേനി കേട്ടാലേ ഉള്ളൂ കുഴപ്പം, അകത്തിരിക്കുന്ന ആൾ കേട്ടാൽ ഒരു കുഴപ്പമില്ല. ഇതും പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്നുകൊണ്ടും ആരുടെയെങ്കിലും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ തട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ 4 തട്ട് നമ്മൾ കൊടുക്കും. കൊടുത്തിട്ട് ഇടയ്ക്ക് കയറി നിൽക്കാൻ ഇല്ലേ? എന്തെല്ലാം കാണിച്ചാൽ നമ്മളതിനകത്ത് നിൽക്കണേ. ഈ കൊടിമരത്തിനകത്തോട്ട് കയറുമ്പോ എല്ലാം ഉൾവലിഞ്ഞുകൊണ്ട് അകത്ത് കയറാൻ പഠിപ്പിക്കുന്ന ഇല്ലേ? നമ്മൾ വല്ല ഉൾവലിഞ്ഞിട്ടാണോ കയറണേ? എല്ലാം തുറന്നു വെച്ചോണ്ടാണ് പോണത്. എന്നിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ നല്ല സാരി കണ്ടാൽ അവളെ ഇവിടുന്നാ മേടിച്ചേ വാ അതും നോക്കും. നല്ല ഷർട്ട് ഊരിട്ടേക്കുന്നുണ്ടോ ഉടനെ അതും നോക്കും. ഇങ്ങനെ വേണ്ടാത്ത എല്ലാം കണ്ടോട്ട് അവിടെ ചെന്ന് നിന്നിട്ട് നാരായണ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ശരിയാണോ ഞാൻ പറയുന്നത്? പിന്നെ എങ്ങനെയാണ് നമ്മൾ അമ്പലത്തിൽ പോയി രക്ഷപ്പെടുന്നേ? എന്നിട്ട് പറയാൻ തീർത്തു അത് തിരുമേനി എങ്ങാണ് ഒരു ശകലം വെച്ചു. എന്താ തിരുമേനി കിണ്ടിക്കാത്ത വെള്ളം ലക്ഷ്മി ചോദിച്ചാൽ എന്തോ കുഴപ്പം ഇങ്ങോട്ട് ഒഴി. എന്നിട്ട് അത് മേടിച്ച് ഒരു മാറ്റി അവിടെ നിൽക്കുന്നതിൻ്റെ എല്ലാം തലയിൽ ഒഴിച്ചിട്ട് ഒറ്റ പോക്ക കഴിയും. നമ്മുടെ അമ്പലത്തിൽ എവിടെ പോയത്? അയ്യോ തൃക്കൊടുത്താനത്തപ്പനെ കണ്ടു തൊഴാൻ പോയ. എന്നിട്ടോ സ്വാഹ. എന്നിട്ട് പറയുന്നതോ എത്ര കാലമായി നിർമ്മാല്യം തൊഴാൻ പോകുന്നതോ? ഒരു കാര്യവും ഇല്ല. കഴിഞ്ഞു. ഇവിടുന്ന് നേടാൻ എന്തുമാത്രം ഉണ്ടെന്നറിയാമോ? ഇതിനകത്തോട്ട് വരേണ്ട രീതിയിൽ വന്നാൽ നേടാൻ ഒരുപാടുണ്ട്. ഇവിടുന്ന് ഇന്ദ്രിയങ്ങൾക്ക് മുഴുവൻ സുഖം നൽകുന്ന സാധനമുണ്ട്. അതിന് ക്ഷേത്രത്തിൽ വന്ന് ദീപാരാധന കണ്ടു തൊഴണം. അപ്പൊ കിട്ടും ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടതൊക്കെ ഇല്ലേ? ദീപാരാധനക്കൊന്നും എന്തോ ഇന്ദ്രിയങ്ങൾക്കൊക്കെ കിട്ടുന്നേ? തിരുമേനി അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നതാണ്. പിന്നെ തിരുമേനി മണി അടിക്കും.
ഇപ്പറേ വലിയൊരു മണി നിൽക്കുന്നവൻ അടിക്കും, പിന്നെ കണ്ടു നിൽക്കുന്നവർ പരസ്പരം മണി അടിക്കും. ആണോ? ഭഗവാന്റെ രൂപം കണ്ണിന് കിട്ടും. പിന്നെയോ അഷ്ടഗന്ധത്തിന്റെയും മറ്റും ഗന്ധം മൂക്കിൽ കൂടി കിട്ടും. തീർത്ഥം കൊണ്ട് ത്വക്കിന് കിട്ടും. മണിനാദങ്ങളും ഇടയ്ക്കിടെയുള്ള നാദം കൊണ്ട് കാതിന് കിട്ടും. ഇല്ലേ? അതെല്ലാം നമ്മൾ ഉള്ളിലേക്ക് സ്വാംശീകരിച്ചു പോയാൽ നമുക്ക് എവിടെ എനർജി കിട്ടാതിരിക്കുക? എത്ര തളർന്നു നിന്നാലും ആ ഇടയ്ക്കയുടെ നാദത്തിൽ അങ്ങോട്ട് നല്ല കീർത്തനം ആലപിച്ച് കേട്ടാൽ എന്ത് സുഖം നമ്മുടെ ഉള്ളിൽ കിട്ടുക. ആവില്ലയോ? ഇല്ലേ? രക്ഷപ്പെടാനാണെങ്കിൽ അമ്പലത്തിൽ വന്നാൽ മതി. പക്ഷെ നമ്മൾ വരേണ്ട രീതിയിലല്ല വരുന്നത്. അതുകൊണ്ടാണ് നമുക്കൊന്നും കിട്ടാത്ത ഇവിടെ. എന്നിട്ട് വന്ന ഒരു ഓട്ടോ പ്രശ്നം തിരുമേനി നേരെ ഇല്ല കേട്ടോ, ഞാൻ വരുന്നേ, ഒന്ന് കറങ്ങിയിട്ട് വരട്ടെന്നാ. നരസിംഹമൂർത്തിയുടെ അടുത്തെന്ന് പറയുന്നത് ചുമ്മാ വന്നതാ, ഇപ്പോൾ വരാട്ടോ, നേരെ ഇല്ല, പിന്നെ എപ്പോഴേലും സൗകര്യം പോലെ വരാൻ തുടങ്ങി കയ്യും പൊക്കി കാണിച്ച് ഒറ്റ ഓട്ടമാണ്. സമയമുണ്ടേ വന്നാൽ മതി എന്ന് ആരാണ് നിർബന്ധിക്കുന്നോ? ഇവിടെ 10 മിനിറ്റ് നേരം സമാധാനത്തെ വന്ന് കുത്തിയിരുന്ന് 4 നാമം ജപിക്കാൻ സമയം കിട്ടുന്നേ വന്നാൽ മതി. എന്തിനാണ് ധൃതി വെക്കണേ? നിങ്ങളിവിടെ ആരെങ്കിലും കണ്ടോ? ഞാനിവിടെ വന്ന ഇടിച്ചുകളി മുമ്പിൽ കയറി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പോട്ടെ, ഇന്നലെ മിനിഞ്ഞാന്ന് അതിൽ വന്നതല്ലേ, ഇന്നലെ ദീപാരാധന ഞാൻ അങ്ങോട്ട് വന്നോ? ഞങ്ങൾ വന്നില്ല എൻ്റെ തീരാവാദനയ്ക്ക്, പിന്നെ എങ്ങനെ സമയങ്ങളെ കാണി. ഞാൻ പോവാറില്ല, എവിടെ പോയാലും പോവാറില്ല. എനിക്ക് എന്നാൽ സ്വസ്ഥമായിട്ടിരിക്കണം കുറച്ച്, അല്ലേ പോകത്തില്ല. ആ ശാന്തത ഉള്ളിലേക്ക് നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയണം. ക്ഷേത്രത്തിനകത്ത് ചെന്നാൽ ആ ഭഗവാന്റെ തിരുരൂപത്തെ കണ്ടു തൊഴുതുകൊണ്ട് ആ രൂപത്തെ തൻ്റെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് അവിടുന്ന് കിട്ടുന്ന തീർത്ഥത്തെ സേവിച്ചുകൊണ്ട് ആ ചന്ദനത്തെ നമ്മുടെ നെറ്റിയിലൊന്ന് ചാർത്തിക്കൊണ്ട് ആ പുഷ്പമെടുത്ത് ശിരസിലൊന്ന് ചൂടിക്കൊണ്ട് അവിടെ 5 മിനിറ്റ് നേരം ഇരുന്നു കൊണ്ട് 10 നാരായണാന്ന് സ്വസ്ഥമായിട്ട് ജപിക്കാൻ കഴിയണം. അതിന് പറ്റണില്ലെങ്കിൽ പരമാവധി പോവാതിരിക്കുക എന്നേ ഞാൻ പറയുന്നു. ഓടിക്കതിച്ചപ്പോൾ ഓട്ട പ്രശ്നം വെച്ച് എന്നിട്ട് ഇപ്പൊ തൃക്കുടുത്താണ്ടപ്പോൾ നമ്മളെ കാണാൻ കൊതിച്ചിരിക്കുക ആണോ? എന്നിട്ട് ഒരു രൂപ എടുത്തേക്ക് എന്നാ പിടിച്ച ഞാൻ വരുന്ന അടിപൊളി കിട്ടുക്കോന്ന് കേൾക്കാതിനകത്ത് വെച്ചാൽ തന്നെ പഞ്ചായത്ത് മുഴുവൻ കിട്ടും. 1 രൂപ എടുത്തിരുന്നു അത് 4 എണ്ണം ഉണ്ട്, 40 പ്രാവശ്യം ഒഴിയും. കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ ചെന്നപ്പോൾ കണ്ട ഒരു അമ്മമ്മ 3 കൊച്ചുമക്കളെയും കൊണ്ട് വന്നു. ആദ്യം അമ്മമ്മ നോക്കിയപ്പോൾ അമ്മമ്മയ്ക്ക് അറ്റം നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് അമ്മമ്മ ആദ്യം പിടിച്ചിട്ട് കൊച്ചുകളെ ഇങ്ങനെ പിടിച്ചിട്ട് ഓരോന്നിനെ ഒഴിഞ്ഞെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ കിടക്കട്ടുള്ള നിന്റെ തലയിലെന്ന് ആകെപ്പാടെ അമ്പലത്തിൽ വന്ന് കാണിക്കാൻ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഏറ്റവും എന്താ പറയാ വലിയ ഇതോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഒഴിഞ്ഞടിയിൽ. അതിനുള്ള സ്ഥലമാ എന്തോ ചെയ്യും. ഇവിടുന്ന് കിട്ടിയതാ ഇതൊക്കെ അറിഞ്ഞുകൂടാ. ഒന്ന് ചൊവ്വേനേരെ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് അതിൻ്റെ ചൈതന്യത്തെ സ്വീകരിച്ച് പോകാൻ പോലും നമുക്കറിയില്ല. എന്നിട്ട് നടപ്പ് കണ്ടാലോ ശങ്കരാചാര്യയുടെ അപ്പൂപ്പനാന്ന് പറഞ്ഞ് സർവജ്ഞ വിടക്കരുത്, ആദ്യം ഞാനാന്ന് പറഞ്ഞ നടപ്പ് നാരായണ സ്വാമി ഒരു വകയിട്ട് അറിയത്തുമില്ല. നടപ്പ് കണ്ട മനസ്സിലാവുന്നുണ്ടോ പറയണേ? അതാണ് അപ്പൊ എന്തായാലും അങ്ങനെ അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എവിടെയായിരുന്നു? വടക്കോട്ട് നോക്കിയിരുന്നത് അല്ലേ?
വടക്കോട്ട് നോക്കിയിരുന്നത് അതിനുവേണ്ടിയാ പരീക്ഷിച്ചത്. അപ്പോ ആ ജ്ഞാനത്തെ നേടിയെടുക്കേണ്ടത് അങ്ങോട്ട് വേണമെന്ന. അതുകൊണ്ടാണ് വടക്കോട്ട് പോകണം എന്ന് പറയുന്നത്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ വടക്കോട്ട് പോകണം. കാരണം ഗുരുപരമ്പരയുടെ മുഴുവൻ കണ്ണു കിടക്കുന്നത് അവിടെയാണ്. ഭാരതത്തെ സംബന്ധിച്ച് ഭാരതം പുണ്യഭൂമിയാണ്, കർമ്മഭൂമിയാണ്, അതുപോലെ ജ്ഞാനഭൂമിയാണ്. ഇവിടുന്ന് കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഈ ഭാരതത്തിൽ ഒരു ജന്മം എടുക്കണമെങ്കിൽ തന്നെ ജന്മജന്മാന്തരം പുണ്യം ചെയ്യണമെന്നറിയാം. എങ്കിലേ ഒരു മനുഷ്യനായിട്ട് ഈ ഭാരതത്തിൽ ജനിക്കാൻ പോലും സാധ്യമാവുള്ളൂ. ഏത് വിധത്തിൽ നോക്കിയാലും രക്ഷപ്പെടാൻ പറ്റുന്ന ഭൂമിയാണേത് ഭാരതം. കൊണ്ട് ഭാസിലെ രതിയുള്ള ഇടന്ന ഭാരതം. ആത്മജ്ഞാനത്തിൽ താല്പര്യമുള്ളവരായിരുന്നു നമ്മൾ ഭാരതീയർ. ഇപ്പോൾ അതൊക്കെ വിട്ട് ഭൗതിക സുഖത്തിൽ താല്പര്യം തോന്നിയുകൊണ്ടാണ് ആത്മജ്ഞാനം ആർക്കും വേണ്ടാതായി പോയത്. കൊണ്ടാണ് നമുക്ക് നമ്മുടെ പുരാണങ്ങളെക്കുറിച്ചൊന്നും യാതൊരുവിധ ബോധവും ഇല്ലാതായത്. പിടികിട്ടിയോ? അപ്പോൾ അതുകൊണ്ട് പരീക്ഷിത് മഹാരാജാവിൻ്റെ അടുത്തിലേക്ക് ശ്രീശുക ബ്രഹ്മർഷി വന്നപ്പോൾ വിളിച്ചിരുത്തി ചോദിച്ചു. അദ്ദേഹത്തെ വേണ്ടവണ്ണം ഉപചാരം ചെയ്തിരുത്തി. ഇത് ചോദിച്ചു, ഹേ ഗുരുനാഥ, ഈ ജീവനെ രക്ഷിക്കാൻ എന്താണ് ഉപാധി? മരിക്കാതിരിക്കാനല്ല. നമുക്കൊക്കെ എപ്പോഴും കൂടുതലുള്ളത് എന്താ? നമ്മുടെ കൂടെ ഉള്ളത് ഭയമാണ്, അല്ലേ? ആണോ അല്ലയോ? എന്തിന്റെ ഭയമുള്ള? മരണഭയം. ഈ മരണഭയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെട്ടു. മരണഭയമില്ലാതെ ഇരിക്കുക. അപ്പം മരണഭയം ഇല്ലാതെ ഇരിക്കുക എന്നതാണ് പരമപ്രധാനം. നമ്മളൊക്കെ ഇതല്ലെങ്കിൽ നാളെ മരിക്കും. പക്ഷെ ആ മരണത്തെക്കുറിച്ച് ഓർത്ത് ഭയമുണ്ടാകാൻ പാടില്ല. ഇന്നലെ പറഞ്ഞ പോലെ സന്തോഷമായിട്ട് നമുക്ക് ഇവിടുന്ന് പോവാൻ കഴിയണം. എത്ര പേർക്ക് പറ്റും? ഇപ്പൊ സ്വാമി ചത്താൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ളവരുണ്ടോ? ഇവിടുന്ന് കുലുക്കും. പിന്നെ എൻ്റെ സ്വാമി പോയാ മതി. അങ്ങനെ ഇങ്ങോട്ടൊന്ന് വരണം, അന്നേരം അറിയാൻ പറ്റില്ല. അപ്പോ ആ മരണഭയത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭാഗവതമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ ദ്വിതീയ സ്കന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന ആ വിശ്വരൂപത്തെ ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്താ? ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ആ നാരായണനിലാണെന്നും ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നാരായണനാണെന്നുള്ള ഒരു ബോധം, ആ ബോധം ആദ്യമേ ഇട്ടുകൊടുക്കുന്നത് എന്തിനാ? അവസാനം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ഇപ്പോഴേ ചെറിയ 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 കാര്യങ്ങൾ ഇട്ടുകൊടുക്കണം വേണ്ടേ? അല്ലെങ്കിൽ അവസാനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ എന്താ അന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയരുത്. ഇതിനാദ്യമേ തന്നെ ഈ പ്രപഞ്ചം 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണെന്നും 14 ലോകങ്ങളും ഭഗവാനിലാണെന്നുമുള്ള ബോധത്തെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം അവിടെ കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച് ആ കഴിഞ്ഞ ഭാഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പാണ്ഡവര് സ്വർഗത്തിലേക്ക് പോയതും അതേപോലെ തന്നെ ആ ഗാന്ധാരി ദേവിയുടെ ശാപവും ഒക്കെ അതൊക്കെ ഭഗവാൻ സ്വന്തമായിട്ട് വാങ്ങി വെച്ചതാണ്. 12 വ്യാഴവട്ടക്കാലം കഴിയുമ്പോൾ നീയും നിന്റെ കുലവും ഇതുപോലെ തമ്മിൽ തല്ലി ചാവും എന്ന് സന്തോഷത്തോടെ മേടിച്ചു വെച്ചതാ. കാരണം ഭഗവാൻ അറിയാൻ സംഭവിക്കാൻ പോണത് എന്താണെന്ന്. കൊണ്ട് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ വേണ്ട നടപടികൾ മുഴുവൻ ആദ്യമേ സ്വീകരിച്ചു വെച്ചതാ. എന്തുകൊണ്ടാ? ഈ കുലം ഭൂമിക്ക് ഭാരമാകുന്നൊക്കെ ഭഗവാൻ അറിയാമായിരുന്നു. അവസാനം കാണാൻ നമുക്ക് ഭാഗവത്തിന്റെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് പിന്നെ ലക്ഷണങ്ങളെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നത്. ഭാഗവത്തിന്റെ 10 ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, മൂതി, മന്വന്തരം, ഈശാനുകഥ,
നിരോധം, മുക്തി, ആശ്രയം, ഇങ്ങനെ 10 ലക്ഷണങ്ങളാണ്. ആ സർഗത്തിൽ കൂടിയാണ് തൃതീയ സ്കന്ധം കടന്നു പോകുന്നത്. ബ്രഹ്മാവിന്റെ സൃഷ്ടികളെ കുറിച്ച് അവിടെ പറയുകയാണ്. സനകാദി മഹർഷിമാരാണ് ആദ്യത്തെ സൃഷ്ടി എന്നാ പറയുന്നത്. ബ്രഹ്മദേവന്റെ 4 കുട്ടികൾ അല്ലേ? എത്ര വയസ്സ് പ്രായം? 5 വയസ്സ് പ്രായമുള്ള 4 കുട്ടികൾ. ബ്രഹ്മചര്യ നിഷ്ഠയെ കുറിച്ച് ലോകത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്ത അവതാര ബ്രഹ്മാവിന്റെ എല്ലാ മാനസ സൃഷ്ടികളാണ്. അതെല്ലാം കരുത്തുറ്റതുമായിരുന്നു. അങ്ങനെ ആ ബ്രഹ്മാവിന്റെ മാനസൃഷ്ടിയിലുണ്ടായ സനകാദി മഹർഷിമാരെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ വിതുര മൈത്രേയ സംവാദ രൂപേണയാണ് തൃതീയ സ്കന്ധം തുടങ്ങുക. ഈ വിതുര മൈത്രേയ സംവാദം വരാനുള്ള കാര്യം, ഈ ഭഗവാൻ സ്വധാമത്തിലേക്കൊക്കെ പോയതിനു ശേഷം ഉദ്ധവരൻ ഈ വിതുരനും കൂടി ഒന്ന് കണ്ടുമുട്ടുന്നുണ്ട്. അതായത് മഹാഭാരത യുദ്ധത്തിന് മുമ്പ് തന്നെ വിതുരന് തീർത്ഥയാത്രയ്ക്കായിട്ട് പോയിരുന്നു. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വൈകുന്നേരം തരാം. പ്രസന്റ് അറിയാവുന്നവർ കൈ പൊക്കിക്കണം. വ്യാസന് എത്ര മക്കള്? വ്യാസന് എത്ര മക്കളുണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തരം അറിയാവുന്നവർക്ക്, കുട്ടികൾക്ക് വേണ്ടിയിട്ടാ ശരിക്കും പറഞ്ഞപ്പോട്ടെ, ഇത് കേൾക്കാതിരിക്കുന്നവർക്കും അതിനകത്ത് പങ്കാളിയാണ്. വേഗം കൈവക്കുക. വ്യാസന് എത്ര മക്കളുണ്ട്? അറിയാവുന്നവർ കൈവയ്ക്കാ മതി. എത്ര അന്നെന്ന് പറയണ്ട, കൈവയ്ക്കാ മതി. എത്ര അമ്മ കൈവയ്ക്കില്ലേ? എത്ര മക്കളുണ്ട് വ്യാസന്? ഇല്ല. എനി ബോഡി? ആരുമില്ല. ആണോ അല്ലയോ എന്നല്ല, ഉറപ്പിച്ച് പറയണ എത്രയാണ്? പത്ത് വരെയാണ്. അതിനകത്ത് ഉത്തരം പറയണം. 1, 2, 3, 4, 5, 6, 7, 8, 9. ആരും പൊക്കിയില്ല. 10. വൈകുന്നേരം ഉത്തരം പറയും. അതിൻ്റെ ഉത്തരം വൈകുന്നേരം പറയും. അപ്പോ ഈ വിതുര മഹാശയന് അവിടെ രാജ്യസഭ ഈ കൗരവരുടെ സഭയിൽ ഇരിക്കുമ്പോൾ അന്ധനായിരിക്കുന്ന ധൃതരാഷ്ട്ര ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ മഹാഭാരത യുദ്ധത്തിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു ഉപാധി എന്ന് ചോദിക്കുമ്പോൾ വിതുര മഹാശയൻ പറയും, ഈ ദുര്യോധനനെ അങ്ങ് ഇല്ലാതാക്കാമെങ്കിൽ മഹാഭാരത യുദ്ധം ഒഴിവായി കിട്ടും എന്ന് പറയും. ഇതവിടെ നിന്ന് കേൾക്കുന്നുണ്ടാരെ? ദുര്യോധനൻ. ഇപ്പൊ ചോദിക്കും, ആരാടാ ഈ ദാസീപുത്രനെ പിടിച്ചിവിടെ കൊണ്ടിരുത്തിയത്? ജീവൻ മാത്രം നിലനിർത്തിയാൽ മതി, തച്ച് വിടാൻ പറയും. അത് കേട്ടുകൊണ്ട് വിതുരമഹാശൻ അവിടുന്ന് വളരെ സാവധാനം, തന്നെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, താനായിട്ട് തന്നെ പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി തിരിക്കുക. കാരണം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു പാണ്ഡവരുടെ കൂടെ നിൽക്കണം. പക്ഷേ അത് സാധ്യമല്ല. കാരണം ചില ബന്ധങ്ങൾ കൗരവരുമായിട്ടും ഉള്ളത് കൊണ്ട് തനിക്ക് അങ്ങനെ നിൽക്കാൻ സാധ്യമാവില്ല എന്നറിയാവുന്നത് കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് തീർത്ഥയാത്രയ്ക്കായിട്ട് പുറപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ തീർത്ഥയാത്രയ്ക്ക്, മഹാഭാരത യുദ്ധത്തിന് മുൻപേ തന്നെ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. അങ്ങനെയുള്ള വിതുരമഹാശയനെ ഭഗവാന്റെ സ്വധാമശേഷം തീർത്ഥയാത്രയ്ക്ക് പോന്ന ഉദ്ധവര് കാണാനിടയായി. ഭഗവാന്റെ സന്തത സഹചാരിയായിരുന്ന ഉദ്ധവര്. ആ ഉദ്ധവരും വിതുരമഹാശയനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവിടെ വിതുരമഹാശയന് ഉദ്ധവരോട് ചോദിക്കുകയാണ്, ഭഗവാനും കുടുംബത്തിനും സുഖം തന്നെയല്ലേ എന്ന ഒരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുമ്പോൾ
ഉദ്ധവരുടെ കണ്ഠമിടറിക്കൊണ്ട് പറയുന്നു, ഭഗവാന് സ്വധാമത്തിലേക്ക് പോയി, ദ്വാരക മുഴുവൻ വെള്ളത്തിൽ മുങ്ങി, എന്നിട്ടോ യാദവർ തമ്മിൽ തല്ലി ചത്തു. അതിനുശേഷം ഞാനും തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങിയതാണ്. ഭഗവാന്റെ ഒരു കാരുണ്യം ഈ ഉള്ളവനോട് ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വലിയൊരു കാരുണ്യം, ആ ജ്ഞാനത്തെ എന്നിലേക്ക് പകർന്നു തരാൻ അദ്ദേഹം തയ്യാറായി. ആ ജ്ഞാനത്തെ നേടിയെടുത്തുകൊണ്ടാണ് ഞാൻ ഈ യാത്ര ആരംഭിക്കുന്നത് എന്ന് പറയും. അപ്പോൾ പറയും, എനിക്ക് കൂടി അത് പകർന്നു തരാമോ എന്ന് ചോദിക്കുമ്പം ഉദ്ധവർ പറയും, അതിനുള്ള അവകാശം അല്ലെ അധികാരം എനിക്കില്ല. ആ അവകാശം ആർക്കേ ഉള്ളൂ? ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മൈത്രേയ മഹർഷിയോട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, വിദുര മഹാശയനെ കാണുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട ജ്ഞാനത്തെ പ്രദാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യാം, മൈത്രേയ മഹർഷിയുടെ അരികിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടേക്ക് പറഞ്ഞു വിടാം. അങ്ങനെ മൈത്രേയ മഹർഷിയും വിദുരരും തമ്മിലുള്ള ആ സംവാദത്തിലാണ് ഭഗവാന്റെ വരാഹ അവതാരം കീർത്തിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കീർത്തിക്കാം. ബാക്കി കുറച്ചുകൂടെ ഒന്ന് പാരായണം പോട്ടെ. 12 മണി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഇരിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.